ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ നിരന്തരമായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ മഴക്കാലത്ത് നമ്മൾ പച്ചക്കറി കൃഷി വിത്ത് മുളപ്പിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മുളപ്പിക്കുന്നതാണ് നല്ലത്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മഴക്കാലത്ത് വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി നടുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഈ മഴ തുടങ്ങുന്ന ടൈമിലൊക്കെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഏതൊക്കെ മുളപ്പിക്കുന്ന വെച്ചാൽ എല്ലാം നമുക്ക് പറ്റണമൊക്കെ മുളപ്പിക്കുക, ഒക്കെ കഴിച്ചു വരുന്നത്. കാരണം ഇപ്പം നമ്മൾ വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേന് നല്ല രീതിയിൽ പച്ചക്കറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് കാര്യമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് ഈ ഒരു സമയത്ത് നമുക്ക് വിത്ത് മുളപ്പിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ വെണ്ടക്ക, വഴുതനങ്ങ, പയറ്, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത്, അതേപോലെ ചീര, അതുപോലെ നമ്മൾ ഇപ്പോൾ വള്ളിച്ചെടികളായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇളവൻ, വെള്ളരി, പടവല, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് വിത്ത് മുളപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ വിത്ത് മുളപ്പിക്കേണ്ട എങ്ങനെയാണ് രീതി എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ വിത്ത് നമുക്ക് എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും മുളയ്ക്കും കേട്ടോ. ആ വിത്ത് മുളപ്പിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് സ്യൂഡോമോണസ് ലായനിയിൽ ഒരു 10 കൂടുതലൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് ഒന്ന് മുക്കിയിട്ടതിൻ്റെ ശേഷം നമ്മളത് മാറ്റി നടാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അത് മുളച്ച് വന്നോളും. വെച്ചാൽ ചിലത് കാണല്ലോ, നമ്മൾ വിത്ത് ഒരുപാട് വിതറി കഴിഞ്ഞാൽ അതിലൊന്ന് മുളച്ച്, ഒന്ന് പിന്നെ മുളച്ച്, ഒന്ന് കുരുടിപ്പ് പോലെ വന്ന് അങ്ങനെ. അപ്പോൾ ഈ സൂഡോമോണസിൽ നമ്മൾ മുക്കിയിട്ടാണ് നമ്മൾ വിത്ത് മുളപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ മുളച്ച് വന്നോളും. മുളപ്പിക്കേണ്ട എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുളപ്പിക്കാം. ഇപ്പം മണ്ണിലേക്ക് വിതറി കഴിഞ്ഞാൽ അവിടെ മുളച്ച് വരും. പക്ഷെ നമ്മൾ മുളപ്പിക്കുമ്പോൾ നമ്മൾ ട്രേ ഉണ്ടല്ലോ, അപ്പോൾ ഈ ട്രേ ഇതിന് മുന്നേ ഞാൻ കാണിച്ചു 10 റുപ്യ വില വരുള്ളൂ. 24 ഹോളുള്ള ചെറിയ ട്രേ ഒക്കെ 10 റുപ്യ വില, 10-15 റുപ്യ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ട്രേയിൽ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റും അതേപോലെ ലേശം ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ഈ ട്രേയിലിട്ടിട്ട് വിത്ത് മുളപ്പിക്കാന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ മണ്ണിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ ഒട്ടാകെ വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി തെയ്ത്ത് വന്നാൽ നമ്മൾ മാറ്റി നടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലത് വളരാൻ വേണ്ടി കഴിയില്ല, അപ്പോൾ അവിടെ തന്നെ കുരുടിച്ച് വളർന്നു പോകും. അതേപോലെ നമ്മൾ മാറ്റി നടന്നാൽ വേര് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ട്രേകളിൽ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക, നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്തും വെക്കാതിരിക്കുക. ഇപ്പം എന്തായാലും നല്ല വെയിലുണ്ടാവില്ല. ഇവിടെ കോഴിക്കോടൊക്കെ ഇന്ന് റെഡ് അലേർട്ടാണ്, ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ്. അപ്പോൾ മഴ കൊള്ളാതെ ഒരു ഷെയ്ഡിലായിട്ട് നമ്മൾ മാറ്റി വെക്കുക. അപ്പം നനച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ തീരെ മഴ കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ പോലെ ചെയ്ത് കൊടുത്താൽ മതി. അതും ഡെയിലി ചെയ്യണമെന്നില്ല കേട്ടോ, 2 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വിത്ത് മുളച്ച് കഴിഞ്ഞാൽ ഒരു 2 ഇല പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും ചോദിക്കാൻ NPK 19 അങ്ങനെയൊക്കെ സ്പ്രേ ചെയ്ത്, അല്ലെങ്കിൽ സൂഡോമോണസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വിത്ത് മുളച്ച് ഒരു 2 ഇല പ്രായം എത്തിയതിന് ശേഷം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇനി 2 ഇല ഇപ്പം മഴ ആയതുകൊണ്ട് നമ്മൾ 2 ഇലയിൽ തന്നെ നമ്മൾ മാറ്റി നടണ്ട, ഒരു 4 ഇല പ്രായം എത്തിയതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി നട്ടാൽ മതി. ഇപ്പം പച്ചമുളകാണെങ്കിലും അതേപോലെ ഇപ്പോൾ പയറാണെന്നുണ്ടെങ്കിൽ ഏത് നമ്മളിപ്പോൾ വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 4 ഇല പ്രായം എത്തിയതിന് ശേഷം നമ്മൾ മാറ്റി നടാൽ മതി. മാറ്റി നടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പപ്പായ ഇല്ലേ, കർമൂസ പപ്പായ എന്നൊക്കെ പറയും, മറ്റു നാടുകളിൽ വേറെ പേരൊക്കെ. അപ്പോൾ അതിൻ്റെ തണ്ടില്ല ഓടക്കൂലി. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പം പണിക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടതുകൊണ്ട് പെട്ടെന്ന് വെച്ചിട്ടൊരു വീഡിയോ എടുത്തു, അതിനോട് ഈ സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ പപ്പായൻ്റെ തണ്ടുണ്ടല്ലോ ഓടക്കൂല് പോലെ, അത് നമ്മൾ കട്ട് ചെയ്യുക. ഏകദേശം ഈ ഒരു ഹൈറ്റിലോ എത്ര വെച്ചാൽ ആ ചെടി ഇപ്പം 4 ഇല പ്രായത്തിൽ, ഇപ്പോൾ ഒരു പച്ചമുളക് തയ്യാന്നുണ്ടെങ്കിൽ 4 ഇല പ്രായത്തിൽ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ ഈ കൈപ്പത്തിൻ്റെ ഒരു നീട്ടം ആ ഒരു ലെവലെത്തുക. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴായിട്ട് ഒരു ചെറിയ ഈ ഒരു അളവിൽ ഈ പപ്പായൻ്റെ ഈ തണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതൊന്ന് നിറകെ ഒന്ന് ബ്ലേഡ് കൊണ്ട് ഒന്ന് കീറിയിട്ട് അവിടെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ തയ്യിൻ്റെ നട്ട് കയറ്റിയിട്ട് നമ്മൾ മാറ്റി നട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നടുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മഴ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴൊന്നും ഇത് ഒടിഞ്ഞു വെക്കൂല. അയച്ചാൽ ഒരു സ്റ്റാൻഡായിട്ട് ഒരു താങ്ങായിട്ട് അവിടെ നിന്നോളൂ. അപ്പോൾ ഈ തൈകളൊക്കെ ഈ മഴക്കാലത്ത് മാറ്റി ഇടുമ്പോൾ അങ്ങനെ നട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുക. ഇപ്പോൾ പോട്ടിൽ നല്ല മഴ കൊള്ളുന്ന സ്ഥലമൊക്കെ എന്നുണ്ടെങ്കിൽ തൽക്കാലം തണലിൽ വെക്കുക. കാരണം മഴ അങ്ങനെ കൊള്ളിക്കേണ്ട ആവശ്യം, അങ്ങനെ കൊള്ളിച്ചാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നടുമ്പോൾ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നട്ട് കഴിഞ്ഞാൽ ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് രോഗങ്ങളും കീടശല്യവും ഒക്കെ നമ്മളെ ചെടിയിൽ വരിക. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മളിപ്പോൾ നമ്മളെ വേപ്പെണ്ണ മിശ്രിതം ഉണ്ടല്ലോ, ഈ വേപ്പെണ്ണ മിശ്രിതം അല്ലെങ്കിൽ നമ്മൾ നാടൻ രീതിയിൽ പല രീതിയിൽ നമ്മൾ മിശ്രിതം ഉണ്ടാക്കും കീടശല്യം വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. വേപ്പെണ്ണ മിശ്രിതമാണെങ്കിൽ അതാണെങ്കിലും നമ്മൾ ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ നമ്മൾ തന്നെ വൈകുന്നേരങ്ങളിൽ ഇലകളുടെ അടിഭാഗത്തും മേൽഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ തളിര് മുളച്ച് വരുമ്പോൾ തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി വന്നിട്ട്, കാരണം കീടശല്യം ഒന്നും വരുങ്ങനെ അതിലേക്ക് വരില്ല.
അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്യൂഡോമോണസ് ഉണ്ടല്ലോ, സ്യൂഡോമോണസ് 4 പ്രായം കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം, മണ്ണിലും കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂണിൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൊണ്ട് തന്നെ അത് എത്തു വരും. അത് മാറ്റി നടാനുള്ള ഒരു രൂപത്തിലേക്ക് 4-5 ദിവസം കൊണ്ട് തന്നെ ആവും. അത് മാറ്റി നട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത ജൂണ് ലാസ്റ്റ് ആകുമ്പോൾ ഒന്നും കൂടി ലേശം കുമ്മായം കലക്കിയിട്ടോ, ചെറുങ്ങനെ ഓവർ ഡോസിലൊന്നും വേണ്ട, 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ലേശം കുമ്മായം. കാരണം പെട്ടെന്ന് നമ്മളെ മണ്ണ് അസിഡിക് ആവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ പച്ചക്കറി കൃഷിയിലൊക്കെ പെട്ടെന്ന് അസിഡിക് ആയി കഴിഞ്ഞാൽ ഇലകളിൽ ഈ മഞ്ഞളിപ്പ് വരുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ പയർ കൃഷിയിലൊക്കെ ഇങ്ങനെ തെത്ത് വരുമ്പോൾ തന്നെ മഞ്ഞളിപ്പ്, അതേപോലെ പച്ചമുളകിൽ. അപ്പോൾ ഇതിനൊക്കെ കാൽസ്യം കൂടുതൽ കിട്ടണം, തക്കാളി, പച്ചമുളക് ഇതിനൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ലേശം ഒരു കുമ്മായോ അല്ലെങ്കിൽ ഡോളാമേറ്റോ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വളങ്ങൾ കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പച്ചക്കറി കൃഷിക്ക് ഈ ഒരു മഴക്കാലത്ത് ജൈവ സലറികൾ കഴിയുന്നത് കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക, ചെറിയ അളവിലൊക്കെ കൊടുക്കുക, കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ മാറ്റി നടുന്ന ടൈമിൽ നമ്മൾ ചാണകപ്പൊടി അങ്ങനെ പൊട്ടി മിക്സൊക്കെ റെഡി ആക്കിയിട്ടാണ് നമ്മൾ മാറ്റി നടുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാസത്തിനോ ഈ മഴ ഒന്ന് സ്ട്രോങ് കുറയുന്നവർ നമ്മൾ കാര്യമായിട്ടൊന്നും വളങ്ങൾ മണ്ണിൽ പച്ചക്കറി കൃഷിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം തണ്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളിയറായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മഴ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഫോളിയറായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ രാസകീടനാശിനികളൊന്നും വില ഇങ്ങനെ തക്കുക. കാരണം ഈ മഴക്കാലത്താണ് പച്ചക്കറി കൃഷിയിൽ എല്ലാവരും രാസകീടനാശിനികൾ സ്പ്രേ ചെയ്യുക. കാരണം വേറെ നിവൃത്തിയില്ല, ജൈവം കൊടുത്തതിൻ്റെ ശേഷം കീടശല്യം മാറുന്നില്ല എന്ന് എല്ലാവരും പറയാം. അപ്പോൾ കീടശല്യം വരാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജൈവ രൂപത്തിൽ നമ്മൾ വേപ്പണം വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ജൈവ രൂപത്തിൽ നമ്മൾ കണ്ടിന്യൂ ഒരു 3-4 ദിവസത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ സ്യൂഡോമോണസും കറക്റ്റ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ കീടശല്യം വരില്ല. വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ എല്ലാവരും രാസത്തിലേക്ക് പോകും. അപ്പോൾ രാസകീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്ത് പച്ചക്കറി കൃഷിയൊക്കെ നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്